ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഇനി ഡ്രോണുകളും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ട്രോപ്പോ വർക്ക്സ് എന്ന ഡ്രോൺ കമ്പനിയുമായി സഹകരിച്ചാണ് പുതിയ പരീക്ഷണം. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. പ്രത്യേകമായി നിർമ്മിച്ച ഡ്രോണുകളിൽ നിന്ന് താഴേക്ക് നീളുന്ന കയറിൽ കൊളുന്ത് നിറച്ച ചാക്കുകൾ ഘടിപ്പിച്ച് മിനിറ്റുകൾക്കകം ഫാക്ടറിയിൽ എത്തിക്കാനാകും. തോട്ടങ്ങളിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാനും ട്രാക്ടറുകളുടെ ഉപയോഗം കുറയ്ക്കാനും ഇത് സഹായിക്കും. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. எங்களுக்கு பிரயோஜனம் சார். கொழுந்து எடுத்துகிட்டு போகும்போது எங்களுக்கு 10 கிலோ எக்ஸ்ட்ரா வெட்டுவோம். நாங்கள் கம்பெனினால எங்கள் எடுத்து போகும்போது கூட 10 கிலோ ஒரு நிறையில் போகும்போது 100 நிறைய சேர்த்து வெட்டி கொண்டு வந்துடுவோம். 10 கிலோக்கு 20 கிலோ வெட்டிடுவோம் சார். ചുമക്ക വേண்டாം, எங்களுக்கு கொஞ்சம் ഈസിയാവും இருக்கும்ல. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു. Normal conventional spraying to drone spraying, and we are one of the first plantations to move towards mechanization. This is mainly to overcome the labor shortage in the industry. And now 2 years back we were the first to implement battery operated tea harvesters, and now we are harvesting tea with a 100% mechanized way. In future days we'll be transporting leaf through payload drones, and this will increase the productivity of the workers in days to come, and that will increase their earnings too. മുൻപ് എസ്റ്റേറ്റുകളിൽ മരുന്ന് തളിക്കാൻ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. തേയിലത്തോട്ടങ്ങളിൽ കൊളുന്തുമായി പറക്കുന്ന ഡ്രോണുകൾ തൊഴിലാളികൾക്ക് മാത്രമല്ല കാഴ്ചക്കാർക്കും വ്യത്യസ്ത അനുഭവമാകും സമ്മാനിക്കുക. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.